ഏവർക്കും സ്വാഗതം. സ്നേഹിതരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരി അഭിമന്യ മാർ പാമ്പ്ളാനി മുമ്പാകെ എത്തിക്കേണ്ട ഒരഭ്യർത്ഥന എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന നിലയിലാണ് ഇത്തരം ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് ഞാൻ മുതിരുക. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഭയിലെ യഥാർത്ഥ സത്യബോധ്യമുള്ള ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 3-3.5 വർഷക്കാലം സ്വന്തം ഇടവകയിൽ ഒരു ബലിയർപ്പണത്തിന് പോലും അവസരമില്ലാതെ വേദനിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭാമക്കൾ നിലവിലുള്ള അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ അങ്ങേയൊന്ന് സമീപിക്കുകയുണ്ടായി. അവരോട് അങ്ങ് സ്വീകരിച്ച നിലപാട് തികച്ചും അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരുതരം ഭീഷണിയുടെ ശബ്ദം അങ്ങയിൽ നിന്ന് ഉണ്ടാവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, പൗരോഹിത്യ അപ്രമാദിത്വത്തിൻ്റെ നെറ്റിപ്പട്ടം കിട്ടിയ ഒരു ഗജവീരൻ്റെ ചിഹ്നം വിളിയായിട്ട് ഞാനിതിനെ കാണും. പക്ഷേ ഗജകേസരി ഒരു കാര്യം ഓർക്കണം, ഏത് കൊലകൊമ്പനായാലും അവൻ ഒരു പാപ്പാന്റെ കോലിൻ്റെ മുമ്പിൽ നിൽക്കും എന്ന കാര്യം അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ കാല് ചങ്ങലക്കിട്ടാലും മതി. സഭയാകുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ഇത്രയും വലിയ ഒരു ഗോഗ്വ വിളി നടത്തേണ്ട കാര്യമില്ല. ഞാനൊരു കണ്ണൂക്കാരനാണ്, ഞാൻ ആരെയും പേടിക്കത്തില്ല. എന്താ, കണ്ണൂരിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ. അങ്ങയുടെ വാക്കുകൊണ്ട് ആ നാടിനെ പോലും അപഹസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ഭീഷണികളൊന്നും ഇങ്ങോട്ട് മുടക്കണ്ട. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ശുശ്രൂഷകനാണ് എന്ന ഭാഷ്യമാണ് അങ്ങ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആദരിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ ഭീഷണികൾ ഭയപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അതായത് സഭയുടെ മെത്രാന്മാർ, പുരോഹിതന്മാർ എന്നിവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ അയക്കുന്നവർക്കെല്ലാം കാനോനികമായ ശിക്ഷാ നടപടികൾ വെച്ചു നീട്ടാൻ പോകുന്നു എന്നൊരു ഭീഷണി മുഴക്കി. എന്ത് ഭീഷണി? എന്ത് കാനോനിക നിയമം? ഇത്രയും കാലം എവിടെയായിരുന്നു നിയമങ്ങൾ? ആദ്യം മുതലേയുള്ള വിഷയങ്ങളിൽ അങ്ങയുടെ ഈ കാനോനിക നിയമ നടപടികൾ എവിടെയായിരുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. സഭയിലെ ശ്രേഷ്ഠന്മാരായ 2 കർദിനാളന്മാർ, സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന കർദിനാൾ ആലഞ്ചേരി പിതാവ്, പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന സാന്തിരി പിതാവ്, ഇവരുടെയൊക്കെ കോലം പരസ്യമായി കത്തിക്കാൻ പാതിരി കോലങ്ങളുടെ സംരക്ഷണത്താൽ ഒരുപറ്റം വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന സാധാരണ ആത്മാർ, അവരെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കാരണം അവർ അറിവില്ലായ്മയുടെ ഫലമാണ്. പക്ഷേ അവരെ ചട്ടുകങ്ങളാക്കി പണിയെടുപ്പിച്ച ഈ പാതിരിക്കോലങ്ങൾക്കെതിരെ എന്ത് കാനോനിക നിയമ നടപടിയാണ് ഉണ്ടായത്? ആദ്യം അത് ചെയ്യേ. ഒന്നാമത്തെ കാര്യം അത്. കൂടാതെ സഭയുടെ പിതാവും തലവനുമായിരുന്ന ആലഞ്ചേരി പിതാവിനെ ഭൂമി കള്ളൻ എന്ന് പരസ്യമായി വിളിച്ചു. രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുമുണ്ട്. യഥാർത്ഥ കള്ളൻ സംസ്ഥാനം വിട്ട് പുറത്താണെന്നും അറിയാം. അതെവിടെ നിൽക്കട്ടെ. അങ്ങനെ വിളിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചു. പുരോഹിതന്മാരെ, മെത്രാന്മാരെ വിമർശിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെങ്കിൽ ആദ്യം അവർക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടത്? അടുത്തത് 10-33 പുരോഹിതന്മാർ ഒരുമിച്ച് 16 മണിക്കൂർ നിരന്തരമായി ഒരു ഓസ്തി കൊണ്ട് പലയാവർത്തി ബലിയർപ്പണം നടത്തിയെങ്കിൽ സക്രിലേജ് കൂദാശ നിന്ന് നടത്തിയിട്ട് എവിടെയായിരുന്നു ഈ കാനൂനിക നിയമ നടപടികൾ? ആദ്യം അത് നടപ്പിലാക്കുക. 10-21 പുരോഹിതന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ കടന്നു വന്ന് കുടിയിരിപ്പ് നടത്തിയിട്ട് കോമാളിത്തരങ്ങൾ കാണിച്ചിട്ട് പോലീസ് സേന വന്നവരെ പുറത്താക്കി ഒരു പോലീസുകാരൻ്റെ വാരിയൽ ചവിട്ടി ഓടിച്ചു എന്നാണ് അറിയുക. ഇന്ന് നടപടിയുണ്ടായി. കേരള സംസ്ഥാനത്തിലെ നീതിന്യായ വകുപ്പ് വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പ്രാഥമിക ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു?
പിന്നെ എന്ത് കാനൂനി നടപടി? ഇത്തരം വേഷം കെട്ടൊന്നും ഞങ്ങളെടുത്ത് വേണ്ട, ഞങ്ങൾ ഭയപ്പെടുകയുമില്ല. അവിടെ വന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും കണ്ണുമടച്ച് കയ്യും കെട്ടി ഇരിക്കുമെന്നും കരുതരുത്. പക്ഷേ ഞങ്ങൾക്ക് ഭയമില്ല, കാരണം ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പവും അന്വേഷിക്കാൻ ഞാൻ തയ്യാറില്ല. അതങ്ങ് അങ്ങയുടെ ഇഷ്ടാനുസരണം മുന്നോട്ട് പോവുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വിമർശനാത്മകമാണ്. ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ആരെയും ഭീഷണിപ്പെടുത്താം എന്ന് കരുതണ്ട. ഞങ്ങളുടെ കുറേ സഹോദരിമാർ, പെൺകുട്ടികൾ അവിടെ എത്തിയല്ലോ. അവർ വന്ന് അന്തസ്സായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതെന്താ? അതായത് ജനാഭിയ കുർബാന അനൈയാമികമാണെന്നല്ലാതെ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്ത് ഭോഷത്വമായി ഇങ്ങനെ പറയുക? പൗരസ്ത്യ തിരുസംഘം, പരിശുദ്ധ സിംഹാസനം, ആരാധനക്രമ സംബന്ധമായ ഡിക്കാസ്ട്രി, ഇവരെല്ലാം കൂടി ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു സർക്കുലർ ഞങ്ങളൊക്കെ വായിച്ചു. അതിൽ കണ്ടത് റൂബ്രിക്സ് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു കൂദാശ പരികർമ്മവും സാധുവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ജനാഹ്യ കുർബാന അസാധുവാണ്. അതുകൊണ്ട് തന്നെ അത് അർപ്പിക്കുന്നവരെ കർശന നടപടികളിൽ പുറത്താക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? എന്തിന്? ഒരു വൃദ്ധ പുരോഹിതനെ കയ്യേറ്റം ചെയ്യാൻ, ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു പുരോഹിതൻ ഇപ്പോഴും വിലസുകയല്ലേ? നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അതുകൊണ്ട് ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും വിശ്വാസികളെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നാലായി മടക്കി കീശയിലിട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.